ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എൻ്റെ കണ്ണുകളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളെയും കൂടി കാണിക്കാം കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ഒരു സമയം 5 മണിക്ക് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഇത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം അത്രയും ഹൈറ്റിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അത് പ്ലാസ്റ്റിക് തന്നെ വിചാരിച്ചിട്ടാണ് ഞാൻ അടുത്തേക്ക് പോയത്. പക്ഷേ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ ഒറിജിനൽ മണി പ്ലാന്റ് കേട്ടോ, അതായത് ഗോൾഡൻ പോത്തോസാണ് ഇതിൽ മൊത്തത്തിൽ പടർന്ന് കയറി സെറ്റായിട്ടുള്ളത് കേട്ടോ. ഇതൊരു കമ്പി ഇങ്ങനെ ഗ്രില്ലടിച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പടർന്ന് കയറിയതാണ്. അപ്പോൾ ഇതിന് നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ളത് അവർ നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗി കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ നിന്ന് പോയി. ഒരു 10 മിനിറ്റ് അവിടെ നിന്നതിന് ശേഷമാണ് എനിക്ക് തോന്നി ഇതൊന്ന് നിങ്ങളെയും കൂടി കാണിക്കുക, നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. കാരണം എന്താ, ഇങ്ങനെയും നമുക്ക് മണി പ്ലാന്റ് വളർത്താനുള്ള ഒരു ഐഡിയ നിങ്ങൾക്കും കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഓസൊക്കെ ഉണ്ട്, അവർ നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയാണ്, അത്രയ്ക്കും ഹൈറ്റിലാണ് കേട്ടോ. കണ്ട ഹൈറ്റ് കണ്ടില്ല, അത്രയ്ക്ക് ഹൈറ്റിൽ എന്തൊരു ഭംഗിയിലാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യേണ്ട. അതിൻ്റെ മറുവശത്ത് എന്നുള്ളത് നമ്മുടെ എൻജോയ് പോത്തോസാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അതിങ്ങനെ നമ്മുടെ പിന്നെ വെർട്ടിക്കൽ ഗാർഡൻ പോലെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ അതും ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കുറച്ചും കൂടി ഇങ്ങനെ അതെടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് കുറച്ച് നീരുണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് കൊണ്ട് ഒരുപാട് വെറൈറ്റികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമുക്ക് മണി പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെക്കാൻ പറ്റും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഞാൻ ഇപ്പോൾ കാണിച്ച് ഗ്രില്ലിലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കമ്പിയൊക്കെ തന്നെ വളച്ച് വെച്ച് ആകൃതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കണ്ടില്ല, ഒരുപാടിങ്ങനെ അത്രയ്ക്കും കണ്ടപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെടികളെ ഇഷ്ടമുള്ളവർ എന്തായാലും അവിടെ ഒന്ന് നിന്ന് പോട്ടോ, എന്തായാലും നിന്ന് പോകും. കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടാണ്. അപ്പോൾ കുറച്ചൊരു വെളിച്ചത്തിൻ്റെ പ്രശ്നമുള്ള കാരണമാണ് കുറച്ചിങ്ങനെ ഇരുട്ടായി കിടക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടിട്ട് പകലൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഗോൾഡൻ പോത്തോസ്, മണി പ്ലാന്റ്, അല്ലെങ്കിൽ എൻജോയ് പോത്തോസ് ആയാലും മാർബിൾ പോത്തോസ് ആയാലൊക്കെ തന്നെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് വെള്ളം കൊടുക്കണം, അതുപോലെ തന്നെ ഇടയ്ക്ക് വളവും കൊടുക്കേണ്ടി വരും.